Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, prayer start ചെയ്തോളൂ ട്ടോ. കേൾക്കുന്നുണ്ടോ? Yes, ma'am. കേൾക്കുന്നുണ്ട്. Okay. Prayer start ചെയ്തോളൂ ട്ടോ. എക്കോ അടിക്കുന്നുണ്ട് മാം വോയിസ്. Okay, one minute. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. വീഡിയോ ക്ലിയർ ഇല്ല. സുജിതേച്ചി വോയിസ് മ്യൂട്ട് ചെയ്യോ? ട്ടോ. prayer സ്റ്റാർട്ട് ചെയ്തോളൂ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സൈൻ ഇൻ. സൈൻ ഇൻ. First of all, I would like to welcome our teacher Milrose ma'am to the class session. Especially welcome all of you. ക്ലിയർ ആവുന്നില്ലല്ലോ. പിൻസ് പോയോ? സൈൻ പറഞ്ഞോ? കഴിഞ്ഞോ? കഴിഞ്ഞു. Okay. Start. കണ്ടാരാ? ഞാൻ പറയാം മാം. Good afternoon, ma'am and friends. Myself, Adra Kiran. Self-confidence. Self-confidence is a superpower. Once you start, you believe in life, in yourself, magic starts happening. ആത്മവിശ്വാസം ഒരു സൂപ്പർ പവർ ആണ്. നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങിയാൽ മാജിക് സംഭവിക്കാൻ തുടങ്ങും. താങ്ക് യു. എക്സ്ക്യൂസ് മീ മാം, എല്ലാവരുടെ വോയിസും ഡബിൾ വോയിസ് ആയിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് എക്കോ വരുന്നുണ്ട്. വരുന്നുണ്ടല്ലേ?
ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ മാം, ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എന്താണ്? ക്ലിയർ ആകുന്നില്ലേ? ക്ലിയർ അല്ല മാം. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാട്ടോ, മിസ് പറയുന്നത് ചിലപ്പോൾ ക്ലിയർ ആവില്ല. ഓക്കെ, അപ്പോ നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രാക്ടിക്കൽ ഏരിയ ആണ് അല്ലെ. സെൻസോറിയൽ അപ്പാരറ്റസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 5 സെൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 5 സെൻസ് ഏതൊക്കെയാണെന്ന് അറിയോ? ഏതൊക്കെയാണ്? മിസ് സെമിനാർ അവതരിപ്പിക്കാൻ കുറച്ച് ആളുകളും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങി അവതരിപ്പിക്കാം കേട്ടോ. പ്രാക്ടിക്കൽ ചെയ്യണം. ഒക്ടോബർ എത്രാം തീയതിയോ? 4-ാം തീയതിയോ വന്നിരിക്കുന്നത് പ്രാക്ടിക്കലിൽ വരാനായിട്ട്? 4-ന്. ഡേറ്റ് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് മുൻപ് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ തരേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് നമുക്ക് സെമിനാർ അവതരിപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സെൻസോറിയൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ 5 സെൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 5 സെൻസ് ഏതൊക്കെയാന്ന് അറിയാലോ? ഏതൊക്കെയാണ്? ടച്ച്, സ്മെല്ല്, ഹിയർ, അതുപോലെ ടേസ്റ്റ്, സീ, അതൊക്കെയാണ് 5 സെൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തില് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, എങ്ങനെയാണ് തൊട്ട് നോക്കുന്നത്, അതുപോലെ തന്നെ മണക്കുന്നത് വഴി, അതുപോലെ തന്നെ കേൾക്കുന്നത് വഴി, അതുപോലെ രുചിച്ചു നോക്കുന്നത് വഴിയൊക്കെയാണ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. അങ്ങനെ ചെയ്തിട്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ചില കുട്ടികളിൽ, നമ്മൾ കുഞ്ഞുമക്കളെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോ അതിനാല് കുട്ടികളുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. തൊട്ട് നോക്കാനായിട്ട്, അവരെ സ്പർശിക്കാനായിട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിലൂടെയാണ് ആക്ടിവിറ്റീസ് ബേസ്ഡ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൊടുത്തിട്ടാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോ അവരുടെ ജീവിതത്തില് അവരുടെ ആ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രിയ ഉപകരണങ്ങൾ വളരെ പ്രാധാന്യമുള്ളവയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോ പ്രാക്ടിക്കൽ തരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സെൻസോറിയൽ അപ്പാരറ്റസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് കളർ ടാബ്ലറ്റ് ആണ്. കളർ ടാബ്ലറ്റ്സ്. ഓക്കെ, ഇതാണ് കളർ ടാബ്ലറ്റ്സ് എന്നറിയോ? ഇല്ല. Cards, ma'am. Colors. 11 colors. ഓക്കെ ഓക്കെ, ഓക്കെ, അറിയാം. കളേഴ്സ് അല്ലെ. പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാന്ന് അറിയോ? Red. റെഡ്, Green. Blue. Yellow. ഓക്കെ. പ്രൈമറി കളേഴ്സിൽ നമ്മുടെ ഒരു ഇതുണ്ട്. നമ്മുടെ മോണ്ടിസോറിയിൽ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് റെഡ്, ബ്ലൂ, യെല്ലോ ആണ് കേട്ടോ. റെഡ്, ബ്ലൂ, യെല്ലോ. അതുപോലെ സെക്കൻഡറി കളേഴ്സ് ഉണ്ട്. ഒരു 11 തരം കളേഴ്സ്, അതിന്റെ ആ സെറ്റ് ഓഫ് കളേഴ്സിനെയാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ടെറിട്ടറി കളേഴ്സ് ഉണ്ട്. അതൊരു 63 രീതിയിലുള്ള കളേഴ്സ് ആണ്. മിസ് കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ്, ഒന്ന് ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട്, ഇത് കാണിക്കാം.
കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ ഒരു ചെറിയൊരു ബോക്സിൽ കാണുന്നുണ്ട് അല്ലെ? 3 കളറ് കാണുന്നില്ലേ? ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൈമറി കളർ എന്ന് പറയുന്നത്. നമ്മുടെ മോണ്ടിസോറിയില് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറി കളേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, നമ്മളപ്പോ ശ്രദ്ധിക്കേണ്ടത് പ്രൈമറി കളേഴ്സ് ആണ്. പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ആ ചെറിയ ബോക്സിൽ കാണുന്നത് അല്ലെ? റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. അതുപോലെ തന്നെ ഒരു 11 തരം കളേഴ്സ് ആണ് സെക്കൻഡറി കളേഴ്സ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? ഇനി ചെറുതിന്റെ ഏറ്റവും വലുത് ബോക്സിലുള്ളത് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് വരുന്നത്? യെല്ലോ, അതുപോലെ എന്താണ്? യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, പർപ്പിൾ, ഗ്രീൻ. ഓക്കെ, അത്തരത്തിലുള്ള കളേഴ്സിനെയാണ് സെക്കൻഡറി കളേഴ്സ്. ഇനി നോക്കിയേ, ഏറ്റവും വലിയ ബോക്സിൽ വരുന്നത് അല്ലെ, ടെർഷറി കളർ എന്ന്. അപ്പോ അതിനകത്ത് വരുന്നത് ഒരു 63 തരം കളേഴ്സ് ആണ്. ഇതിലൂടെ കുട്ടികൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവർക്ക്? കളേഴ്സ് ആൻഡ് ഷെയ്ഡ്സ്. കളേഴ്സ് അറിയാൻ പറ്റും. ഇത് ബ്ലൂ ആണ്, ഇത് യെല്ലോ ആണ് അല്ലെ? കളേഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? ഓരോ ഷെയ്ഡ്സ് അല്ലെ? അങ്കിത പറഞ്ഞ പോലെ തന്നെ ഓരോ ഷെയ്ഡ്സുകൾ അറിയാൻ പറ്റും അല്ലെ? ഈ 63 രീതിയിൽ നമുക്ക് തരത്തിലുള്ള കളേഴ്സ് എന്ന് പറയുന്നത് പല പല ഷെയ്ഡ്സുകളാണ്. ഷെയ്ഡ്സും അതുപോലെ തന്നെ കളേഴ്സിന്റെയും കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ അവർക്ക് അതിലൂടെ പല പല കളേഴ്സ് അറിയാൻ പറ്റും, പലതരത്തിലുള്ള ഷെയ്ഡ്സുകളും അറിയാനായിട്ട് പറ്റും. ക്ലിയർ ആയോ അത്? പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, കാണിക്കാം. മിസ്സേ സെക്കൻഡ് ബോക്സിൽ എത്ര കളർ ഉണ്ട്? 11 തരം കാണിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. മിസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. മിസ് ഒന്നും പറയുന്നില്ല. മിസ് എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ല പറഞ്ഞത്. അതെന്തോ സെറ്റ് ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
ഹലോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? മാം മെയിൻ PDF ചെയ്യണം മാം ക്യാമറ എന്താണ്? ബിഗ് സ്ക്രീൻക്ക്. ഓക്കെ ഓക്കെ. ആണ് 1 മിനിറ്റ്. കാണാൻ പറ്റുന്നില്ല അങ്കീത? മാം എല്ലാം കാണാൻ പറ്റുന്നില്ല, കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ ഓക്കെ. നോക്കിയേ, ഇത് നോക്കിയേ, ഈ സെറ്റ് നോക്കിയേ. ഇത് ഏത് ബോക്സിലെയാണ്, അല്ലെങ്കിൽ ഇത് ഏത് കളറാണ്? പ്രൈമറി. പ്രൈമറി അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് ബോക്സിലുള്ളതാണ് ഇത്. എത്ര ഉണ്ട് ടോട്ടല്? കൂട്ടി നോക്കിയേ. 11. 11 സെറ്റ് ഉണ്ട് അല്ലേ? കളേഴ്സ് കാണും. മാം എല്ലാ കളേഴ്സും കാണാൻ പറ്റുന്നില്ല. ക്ലിയർ ആയില്ലേ? കാണുന്നില്ല, ഇത്രയും കളറുള്ളൂ. നോക്കിയേ, 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, ഇതാണ് സെക്കൻഡ് ബോക്സിലുള്ള കളർ. മനസ്സിലായോ? ഓക്കെ, ഇത് പ്രൈമറി കേട്ടോ. പ്രൈമറി കളർ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് പ്രൈമറി കളേഴ്സ് ആണ് കേട്ടോ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ബോക്സിലുള്ളത് ഇത് ഫുള്ളും ഒരു 11 സെറ്റ് ഓഫ് കളർ. ഇനി തേർഡ് ബോക്സിലുള്ളത് നമ്മുടെ കയ്യിലില്ല, ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കാം കേട്ടോ. പല ഷെയ്ഡ്സും ഈ കളേഴ്സും ഇതിന്റെ ഡബിൾ ഷെയ്ഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഒരു 63 തരം കളേഴ്സ് എന്ന് പറയുന്നത് അത് എന്താണ്? ടെറിഷറി ആണ്. മനസ്സിലായില്ലേ? 3 തരത്തിലുള്ള കളേഴ്സ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു മാറ്റ് വെക്കണം. അതിനകത്താണ് മെറ്റീരിയൽസ് വെച്ചിട്ട് അത് പഠിപ്പിക്കുന്നത് കേട്ടോ. ഇതൊക്കെ അറിയാലോ? ഓക്കെ. ഇനി ക്യാമറ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം കേട്ടോ. മാം അതെന്തിന് മാം ഒരേ കളർ രണ്ട് കാർഡായിട്ട്? തെറ്റാണ്. ഡബിൾ തെറ്റായിട്ടാണ് ഇരിക്കുന്നത് കളേഴ്സുകൾ. അപ്പൊ അത് മാം ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു മാം. അപ്പൊ വലിയ സ്ക്രീൻ കാക്കുമ്പോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മള് പ്രീ റൈറ്റിംഗ് ബോർഡ് ആണ് കേട്ടോ. പ്രീ റൈറ്റിംഗ് ബോർഡ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? പ്രീ റൈറ്റിംഗ് ബോർഡ് അറിയോ എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രീ റൈറ്റിംഗ് ബോർഡ് ഏതാനും വേണ്ടിട്ടോ മാം? അറിയില്ല. വേർഡ്സ് പഠിപ്പിക്കാനായിട്ടാണ്. വേർഡ്സ്, അതുപോലെ തന്നെ വേർഡ്സ് മാത്രമല്ലോ. ഇപ്പോ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് വേർഡ്സ്, ആൽഫബറ്റ്, അതുപോലെ നമ്പേഴ്സ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്യാം. ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? മാം ഈ വലുതായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന സ്ക്രീൻ മിനിമൈസ് ചെയ്യൂ. വലുതായിട്ട് പ്രസന്റ് ചെയ്യണോ? കാണാൻ പറ്റുന്നില്ല? ക്ലിയർ ആവുന്നില്ല. കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ കാണാം. വലുതായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ഓക്കെ ഓക്കെ, 1 മിനിറ്റ്. നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റും, ഓപ്ഷൻ ഉണ്ട്.
ഓക്കെ, കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ഇതെന്താണെന്നറിയോ? ഇത് ഗസ് ചെയ്യാൻ പറ്റുമോ? ബോൾഡ്. നമ്മള് ഇപ്പൊ എന്താ സ്റ്റാൻഡിങ് ലൈൻ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ലൈൻ ഒക്കെ കുട്ടികളെ പഠിപ്പിക്കില്ലേ? അപ്പൊ അവര് യൂസ് ചെയ്യുന്നത് പെൻസിൽ വെച്ചിട്ടാണല്ലേ. നമ്മള് ഇതിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ പ്രീ റൈറ്റിംഗ് ബോർഡിൽ യൂസ് ചെയ്യുന്നത് സ്റ്റൈലസ്. ഇതിന്റെ പേരാണ് സ്റ്റൈലസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ടൈലോ? സ്റ്റൈലസ് എന്താണ്? കിട്ടിയോ? ടൈൽ. സ്റ്റൈലസ് കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ക്രിസ്മസ് ട്രീ വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ക്രിസ്മസ് ട്രീയുടെ നമ്മൾ എന്ത് ചെയ്തു? ഇതാണ് ബോർഡ്. ഈ ബോർഡില് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കും. കണ്ടോ? ട്രീ ഇങ്ങനെ വരയ്ക്കും. മനസ്സിലായോ? കാണുന്നുണ്ടോ? ക്ലിയർ ആയോ? ക്രിസ്മസ് ട്രീ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താ വീട് വരയ്ക്കാൻ പോണു നമ്മള്. അപ്പൊ വീട് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബോർഡ് എടുത്ത് ഇവിടെ വെക്കും, ബോർഡിന്റെ ഉള്ളിൽ ഇത് വെക്കും. എന്നിട്ട് വീട് ഇവിടെ തുടങ്ങി ഇങ്ങനെ വരച്ച് ഇങ്ങനെ ചെയ്ത് ഫിനിഷ് ആക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താ? പതിയുന്നില്ലല്ലോ. എന്താണ്? വരക്കുമ്പോ പിക്ചർ ഒന്നും പതിയൂല ഈ ബോർഡില്. അത് എന്ന് വെച്ചാല് ഞാൻ കാണിച്ചു തരുന്നതാണ് ഓരോരോ കാര്യങ്ങള്. മനസ്സിലായോ? റൈറ്റിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല മാം. മീൻസ് റൈറ്റിംഗ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മറ്റേ ബാലരമയിലൊക്കെ കാണൂലേ, മിട്ടുമുയലിന് വഴി കാണിക്കൂ എന്നൊക്കെ പറയാറില്ലേ? കണ്ടിട്ടുണ്ടോ അത്? മാം ഈ ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ എടുത്ത് അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പോ സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? സ്റ്റൈലസ് ആണ് ഇതിന് ഉപയോഗിക്കുന്ന പെൻ പോലത്തെ. അതായത് ഈ കയ്യൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ? ചെയ്യില്ലേ? ഇതില് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് പിടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പഠിക്കാൻ വേണ്ടിട്ടാണോ? ഓക്കെ മാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത് പ്രീ റൈറ്റിംഗ് ബോർഡ് ആണ് കേട്ടോ. യെസ് മാം. ഓക്കെ, മാം ആ കളേഴ്സ് കാണിക്കാമോ മാം? ഒന്നും കൂടി. കളേഴ്സ് കാണിക്കണോ? സ്ക്രീൻഷോട്ട് എടുക്കാനാണോ? ഓക്കെ, കാണിക്കാട്ടോ. ജസ്റ്റ് ആ ബോക്സിൽ വെച്ച് കാണിച്ചാ പോരെ മിസ്? മതിയല്ലോ. ഓക്കെ, ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ വരും. ഓക്കെ, മതിയോ? ഓക്കെ ആണോ? ഓഫ് ചെയ്തോട്ടെ? മിസ്സേ അതൊന്ന് കയ്യിലെടുത്തൊന്ന് കാണിക്കാവോ? മാം അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നോ? സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യും. ഓരോന്നും രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. മാം ഇത് പേര് നിർണ്ണയിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്ത് മാച്ച് ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണോ? ക്ലിയർ ആയില്ല മിസ്സിന്? എന്താ പറഞ്ഞേ? അത് രണ്ട് കളർ ആയിട്ടുണ്ടല്ലോ. ഒരു കളർ സെയിം കളർ 2 കാർഡ്സ് ഉണ്ട്. അത് എന്തിനാ വേണ്ടി? കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പോ കളർ എടുത്തിട്ട് കാണിക്കുമ്പോ പിള്ളേർ അതേ കളർ എടുത്തിട്ട് കാണിക്കാനും വേണ്ടിയോ? അത് 2 സെറ്റ് ആയിട്ടില്ലത് എന്തിനാ? അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
ഇനി നമ്മള് നോക്കാൻ പോകുന്നത് സൗണ്ട് സിലിണ്ടേഴ്സ് ആണ് കേട്ടോ. കണ്ടിട്ടുണ്ടോ സൗണ്ട് സിലിണ്ടേഴ്സ്? നിങ്ങൾ ഐഡിയ ഉണ്ടോ സൗണ്ട് സിലിണ്ടേഴ്സിനെ പറ്റി? പ്രൈമറി സ്കൂളിൽ ഉണ്ടാകുമ്പോൾ എന്തോ കണ്ടത് ഓർമ്മ ഉണ്ടോ? അത് സൗണ്ട് സെൻസ് ടൈപ്പ് അങ്ങനെ എന്തോ ആയിരിക്കാം സൗണ്ട് സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാല്. നമ്മ കുലുക്കുന്ന സൗണ്ട് കേൾക്കുന്ന സംഭവം യൂട്യൂബിൽ കണ്ടതുപോലെ ഒരു സിലിണ്ടറിന്റെ സംഭവം. യെസ്, എന്തെങ്കിലും കുലുക്കണതാണല്ലേ? എന്തായിരിക്കാം അതിനകത്ത് കുലുക്കുന്നത്? അറിയോ? ഇല്ല. സോയിലോ സോയിലോ. ഓക്കെ, സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, അതുപോലെ തന്നെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നമ്മൾ നേരത്തെ കണ്ടില്ലേ? അതിനകത്ത് ഉപയോഗിക്കുന്നത് സ്റ്റൈലസ് കൊണ്ടാണ് അത് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ വർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ വർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ് സൗണ്ട് സിലിണ്ടേഴ്സ് ആണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? കണ്ടോ നിങ്ങള്? ഓക്കെ, ഇതൊരു എന്താണ്, ഇത് ഹൈറ്റ് അതുപോലെ തന്നെ ഇതിന്റെ ഡയാമീറ്റർ ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, ഡയാമീറ്റർ ഒക്കെ സെയിം ആയിരിക്കും. ഹൈറ്റ് ആയാലും ഡയാമീറ്ററും സെയിം ആയിരിക്കും. ഇതിനകത്ത് നമ്മള് മുത്തുകളിടും. ഒരു മുത്ത് ഞാൻ ഇട്ടു. ഒരു മുത്തിട്ടിട്ട് ഞാൻ ഇങ്ങനെ കുലുക്കുന്നു. കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? ഒരു മുത്തിന് പകരം ഒരു 3 മുത്തും കൂടി ഇട്ടു. ഓക്കെ, ഇപ്പൊ എന്തായി? കേൾക്കുന്നുണ്ടോ? എന്താ പ്രത്യേകത? എന്താ മനസ്സിലാക്കാൻ പറ്റിയ? സൗണ്ട്സ് മാറ്റുണ്ടാവും. 1 ബീഡ് ഇടുമ്പോ അതിന് അധിക ബീഡ്സ് ഉണ്ടാകുമ്പോ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്സ് ആയിരിക്കും ഓരോ മെറ്റീരിയൽസിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു മുത്തിട്ട് കഴിഞ്ഞാല് സൗണ്ട് കുറവായിരിക്കും അല്ലെ? 2-3 മുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കൂടുതൽ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പോ എന്താണ്, ഡിഫറെന്റ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട്സ് കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൗണ്ട് സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സൗണ്ട് സിലിണ്ടേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫറെന്റ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട്സ് കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 2 രീതിയിൽ ചെയ്യാം. കുട്ടികൾക്ക് ചെയ്യുന്നത് കണ്ണ് അടച്ചിട്ടും ചെയ്യാം, അതുപോലെ തന്നെ എന്താണ്, കണ്ണ് അടയ്ക്കാതെയും കെട്ടാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് രണ്ടുണ്ട്. റെഡ്, ഇതിന്റെ ടോപ്പിൽ കണ്ടോ? ടോപ്പിൽ നിങ്ങൾ റെഡ് കളറാണല്ലേ കണ്ടത്? ആണോ? ഓക്കെ, അതുപോലെ തന്നെ ഗ്രീൻ വെച്ചിട്ട് ഗ്രീനും ഉണ്ട് കേട്ടോ ഇത്. അപ്പൊ ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്. ഇത് നമ്മള് എന്താണ്, മുത്തുകളോ അല്ലെങ്കിൽ ഇപ്പോ സ്മെല്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഇത് നമ്മള് സൗണ്ട് നമ്മളെ സെൻസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മളിപ്പോ ഒരു മുല്ലപ്പൂ പൂവിട്ട് കൊടുക്കും. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് അവരോട് സ്മെല്ല് ചെയ്യാൻ പറയാം. അപ്പൊ എന്ത് പൂവാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇപ്പൊ എന്താ, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഓക്കെ, നമുക്ക് പൂവൊക്കെ ഓറഞ്ചിന്റെ പീലൊക്കെ ഇട്ട് കൊടുത്താല് ഓറഞ്ച് ഫ്രൂട്ട്സുകള്, അതുപോലെ തന്നെ ശരിയാണ്, ഓറഞ്ചിന്റെ പീൽസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ അത് എന്തിന്റെയാണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ, പൂക്കൾ ഇട്ട് കൊടുക്കാം, ഏത് പൂവാണെന്ന് സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സൗണ്ട് സിലിണ്ടേഴ്സ്. പൂവും അതുപോലെ തന്നെ പല സൗണ്ട് സിലിണ്ടേഴ്സ് ഇങ്ങനെ മുത്തുകൾ ഇട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്താണ്, ഡിഫറെന്റ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് എന്താണ്, നമ്മളിങ്ങനെ കുലുക്കുന്നത് എങ്ങനെയാണ്? കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് അല്ലെ?
അല്ലെ? രണ്ട് ഭാഗത്തും അതിന്റെ എന്താണ് രണ്ട് ഭാഗത്തും നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് കുലുക്കുന്നത്. അപ്പൊ എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആകും. അതുപോലെ കേൾക്കാനായിട്ട് പറ്റും അല്ലെ? മുത്തുകളിട്ട് നമ്മളിങ്ങനെ കുലുക്കുമ്പോ എന്താണ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ആ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവരുടെ ചെവിയിലേക്കൊക്കെ ഇങ്ങനെയുള്ള സൗണ്ടുകൾ പെട്ടെന്ന് എത്താനായിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ക്ലിയർ ആയോ അത്? ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി പ്രാക്ടിക്കലി ഇതിലോട്ട് വരുമ്പോ ഇവിടെ വന്ന് കാണുമ്പോ ഒന്നുകൂടി ക്ലിയർ ആവും കേട്ടോ അത്. ഓക്കെ. വൺ മിനിറ്റ് നെക്സ്റ്റ് ഒന്ന് ഐറ്റംസ് എത്തിയേക്കെ കേട്ടോ. 1 മിനിറ്റ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ടച്ച് കാർഡ്സ്. ടച്ച് കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടച്ച് കാർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നമ്മൾ കുട്ടികൾക്ക് ഒരു എന്താണ് 10 കാർഡ്സുകൾ അടങ്ങുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ. അത് കുട്ടികൾക്ക് എന്താണ് റീഓർഡറിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അവരെന്ത് ചെയ്യും? അത് ടച്ച് ചെയ്ത് നോക്കിയിട്ട് സെയിം ഉള്ളത് ഒരെണ്ണം തന്നെ സെയിം ഉണ്ട്, അപ്പൊ ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? ടച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഇതില് പരിവരുത്തത് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് നല്ല ഒരു ഷൈനിങ് ഉള്ളതുണ്ടാവും അല്ലെ? ഒരു എന്താ പറയാ അങ്ങനെ, പിന്നെ സ്ക്രാച്ച് ആയിട്ടുള്ളത് ഉണ്ടാവും. ഇതും സെയിം തന്നെയാണ്. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളേഴ്സ് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളേഴ്സ് നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സൈഡ് ആയിട്ടുണ്ട് മാം. ക്ലിയറായോ? കുറച്ചും കൂടി. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്. ഇത് നമുക്ക് കളർ നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയിട്ട്, ടച്ച് കാർഡ്സ് എന്നാണ് പറയുന്നത്. ഒരു 10 കാർഡ്സ് അടങ്ങുന്ന ഒരു സെറ്റ് ആണ്. അതിനകത്ത് നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്ത് നോക്കിയിട്ട് എന്താണെന്നുള്ളത് പരിപരുത്തതാണോ അല്ലെങ്കിൽ എന്താണ് ഇത്തിരി തിളക്കമുണ്ടോ നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അതുപോലെ തന്നെ സ്ക്രാച്ച് ഉള്ളതുണ്ട്, റഫ് ആയതുണ്ട്. അങ്ങനെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് കണ്ണടച്ചിട്ടാണ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊരു മെന്റൽ ആക്ടിവിറ്റി ആണ്. ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾ ഇനി ഒക്ടോബറിൽ വരുമ്പോ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവും കേട്ടോ, എക്സ്പീരിയൻസ് ചെയ്യുമ്പോ. ഞാനത് പറയാൻ വന്നു. ഞാൻ അവിടെ വന്നിട്ട് ടച്ച് ചെയ്താലേ മനസ്സിലാവും.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പിങ്ക് ടവർ ആണ്. പിങ്ക് ടവർ ആർക്കെങ്കിലും അറിയോ പിങ്ക് ടവർ എന്താണ്? പിങ്ക് ടവർ ട്യൂബ്സിലെ ഡിഫറെന്റ് സൈസിലുണ്ടാകുന്ന ടവർ. അപർണ മാം കാണിച്ചു. അപർണ മാം കാണിച്ചിരുന്നു അല്ലെ? കാണിച്ചിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. 10 cm to 10 cm വരെയുള്ള ഒരു ക്യൂബ്സ് ആണ് കേട്ടോ. ഗോൾഡ് ഷേപ്പ് ആണ്. അതുപോലെ തന്നെ ഇതുവഴി നമുക്ക് എന്താണ് ടവറിന്റെ കൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർലെസ് ആയിട്ട് ഈ ഐറ്റംസ് ഈ ക്യൂബ്സുകൾ നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവരെ കൊണ്ട് അറേഞ്ച് ചെയ്ത് ഓക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ കണ്ടോ? ഇതിപ്പോ എങ്ങനെ എന്താ പലതരത്തില് ഓക്കെ കാണുന്നുണ്ടോ? കണ്ടോ? പലതരത്തില് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഓർഡർലെസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് വെപ്പിക്കും. ഫസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഫസ്റ്റ് ഏതാ വരുന്നതെന്ന്? ആദ്യം വരുന്നത് 10 സെന്റിമീറ്റർ. ഓക്കെ. പിന്നെ അതിന്റെ ചെറുത് അതിന്റെ ചെറുത് വെക്കുന്നു. പിന്നെ അതിന്റെ ചെറുത് വെച്ചു. പിന്നെ അതിന്റെ ചെറുത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കും. 1 മിനിറ്റ് 1 മിനിറ്റ് കണ്ടോ? തെറ്റിപ്പോകുന്നത് കണ്ടോ? തെറ്റുമ്പോ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാട്ടോ, പറഞ്ഞ് ചെയ്യിപ്പിക്കാം. കണ്ടോ? ഇങ്ങനെ ഒരു ടവറിന്റെ ഷേപ്പില് കിട്ടുന്നുണ്ടോ? കാണുന്നുണ്ടോ? ക്ലിയർ ആണല്ലേ? ഓക്കെ കണ്ടോ? ഇങ്ങനെ ഓക്കെ. അപ്പൊ നമ്മള് അത് റീഅറേഞ്ച് എന്താണ് ഓർഡർലെസ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഓരോ വലുതേതാ ചെറുതേതാ അതിന്റെ ചെറുതേതാണ് എന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോന്നും ഇങ്ങനത്തെ ഷേപ്പാണ്, അതുപോലെ ഏത് കളറാണ്, ഇതൊക്കെ അവർക്ക് അതിലൂടെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? മിസ് പിങ്ക് ടവറിന് 10 പീസാണോ ഉണ്ടാവുക? ക്ലിയർ ആയില്ല, എന്താ ചോദിച്ചേ? പിങ്ക് ടവറിന് എത്ര പീസ് ഉണ്ടാവുക? 10 പീസ്. ഓക്കെ. 1 സെന്റിമീറ്റർ ടു 10 സെന്റിമീറ്റർ. അപ്പൊ 10 പീസ് ആയില്ല.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോബ്ലസ് സിലിണ്ടേഴ്സ്. ഇങ്ങനെ മിസ് കാണിച്ചെന്നോ? ഇന്നലെ തരാം. എന്തൊക്കെ കളേഴ്സ് ഉണ്ട് നോബ്ലസ് സിലിണ്ടേഴ്സില്? യെല്ലോ ഉണ്ട്, യെല്ലോ, ഗ്രീൻ, ഓക്കെ, റെഡ്, ബ്ലൂ ഒക്കെ ഉണ്ട് അല്ലെ. റെഡ് വെച്ചിട്ടുണ്ട് നമ്മള്, റെഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്താ പ്രത്യേകത ഹൈറ്റ് എന്ന് പറഞ്ഞാല്? ഹൈറ്റ് എന്തായിരിക്കും? കാണുന്നില്ലേ നിങ്ങൾക്ക്? ഹൈറ്റ് സെയിം, വിഡ്ത്ത് ഓക്കെ. വിഡ്ത്ത് എന്താ? എന്താണ്? ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ? ഹൈറ്റ് അതിന്റെ വിഡ്ത്തും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഒന്ന് നമുക്കൊരു ബ്ലൂ എടുത്ത് വെച്ച് നോക്കാം. ഇതിന്റെ പുറത്ത് നമുക്ക് ബ്ലൂ എടുത്ത് വെക്കാം. ഓക്കെ, ചിലതൊക്കെ മിസ്സിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് യെല്ലോ വെക്കാം. യെല്ലോ ചിലപ്പോൾ മിസ്സിങ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇവിടെ ഇവിടെ കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറയണേ? എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? വിഡ്ത്ത് സെയിം, ഹൈറ്റ് ആ, ഡിക്രീസ് ആവുന്നു, ഓക്കെ ഇൻക്രീസ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ്? വിഡ്ത്ത് ഇൻക്രീസ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈറ്റ് കൂടുന്തോറും വിഡ്ത്ത് എന്താവുന്നുണ്ട്? എന്താവുന്നുണ്ട്? എന്താണ്? വിഡ്ത്തും ഇൻക്രീസ് ആവുന്നത് ഇല്ലേ? കണ്ടോ? നോക്കിയേ കുഞ്ഞിത്, നോക്കിയേ ഇത്. ഇനി ഇവിടെ കണ്ടോ? എന്താണ്? വിഡ്ത്തും കൂടിക്കൂടി വരുന്നുണ്ട്, ഹൈറ്റും കൂടിക്കൂടി വരുന്നില്ലേ? Increase and width increase also increasing. ഓക്കെ, ഈ നെക്സ്റ്റ് നോക്കാം. ഗ്രീൻ നോക്കാം നമുക്ക്. ഇതൊക്കെ ശരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലേ ഒരു എന്താ, ഇതിപ്പോ ഞാൻ മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ അല്ലേ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത്ര വരെ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഗ്രീനിന്റെ പ്രത്യേകത എന്താ കാണുന്നത്? വിഡ്ത്ത് സെയിം, ഹൈറ്റ് വിഡ്ത്ത് കുറയുമ്പോ ഹൈറ്റ് കൂടിക്കൂടി വരുന്നു. ആ, എന്താണ്? ഹൈറ്റ് ഇവിടെ നോക്കാം. എന്താണ്? ഹൈറ്റ് കൂടുന്തോറും വിഡ്ത്ത് എന്തായിട്ട് വന്നു? ചെറുതായിട്ട് വന്നു അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് അവിടെ നടക്കുന്നത്. ഇനി അതുപോലെ തന്നെ ബ്ലൂല് എന്താണ്? ബ്ലൂല് ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ബ്ലൂല് ചിലത് മിസ്സിംഗ് ആണ് കേട്ടോ. ചിലത് മിസ്സിംഗ് ആണ്. ഓക്കെ, ബ്ലൂ നമുക്ക് ചിലത് മിസ്സിംഗ് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ മിസ്സിന്, കുറച്ചുള്ളൂ കണ്ടോ. ഓക്കെ, ബ്ലൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് റിമൈൻ സെയിം ആയിരിക്കാം. വിഡ്ത്ത് അതുപോലെ തന്നെ എന്താണ്? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വിഡ്ത്ത് എന്താണ്? സെയിം തന്നെയാണ് കേട്ടോ. അതിൽ വരുന്നത് അതിന്റെ പ്രത്യേകതയാണ്. ഇതിൽ ചിലത് മിസ്സിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് മിസ് വെക്കാത്തത് കേട്ടോ. ഇത്രയും വരെ മനസ്സിലായോ? റെഡ്, യെല്ലോ, അതുപോലെ തന്നെ ഗ്രീൻ. ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഓക്കെ,
ഇത്രയും വരെ നമുക്ക് നിർത്താം, വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങനെ ബാക്കിയുള്ളത് കാണിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതലാവുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പോൾ കാണിക്കാം. ഇത്രയും വരെ ഓക്കെ അല്ലേ? നമ്മൾ എന്തൊക്കെയാ കണ്ടത്? നോബുലസ് സിലിണ്ടേഴ്സ് കണ്ടു, അതുപോലെ തന്നെ സൗണ്ട് സിലിണ്ടേഴ്സ്, ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് നമ്മൾ നോക്കി, ടച്ച് കാർഡ്സ് നോക്കി അല്ലെ, ടച്ച് ചെയ്ത് നോക്കിയത്, പിങ്ക് കവർ നോക്കി, കളർ ടാബ്ലറ്റ്സ് നോക്കി. ഇത്രയും വരെയാണ് നമ്മൾ എടുത്തത് കേട്ടോ. ഇത്രയും വരെ ഓക്കെ അല്ലേ? ഇനി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കൂടുതലും ഒന്നുകൂടി ഓക്കെ ആവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് സൈൻ ഔട്ട് പറഞ്ഞോളൂ പാനെങ്കിൽ. ആരെങ്കിലും സൈൻ ഔട്ട് പറയൂ. Good afternoon. Myself Reshma Rajesh. I would like to thank Melrose ma'am for her class. I would thank you for all my colleagues. Thank you. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.